അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് കള്ളക്കഥകളെ പറ്റിയും കഥകളെ പറ്റിയും കഥകൾ, ഐതിഹ്യങ്ങൾ. എനിക്ക് അടുത്ത കാലത്ത് തോന്നിയ ഏറ്റവും വലിയൊരു കള്ളക്കഥ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ ഭരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു കള്ളക്കഥ. അല്ലെങ്കിൽ ഈ ദാരിദ്ര്യമൊക്കെ നമ്മുടെ നാട്ടിൽ അതൊരു കഥയാണ്. കുറെ കൂടിയും കള്ളക്കഥ എന്ന് പറയാൻ പറ്റില്ല, കഥയാണ്. ജനാധിപത്യം ഉണ്ട് എന്നുള്ളത് ഒരു കഥയാണ്. പക്ഷെ മറ്റുള്ള ഭരണവ്യവസ്ഥകളെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് പരിഹരിക്കേണ്ടതും ഇനി ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കഥയാണ്. പുതിയ കഥകൾ കൊണ്ടുവന്ന് പരിഹരിക്കേണ്ട കഥയാണ്. പരിഷ്കരിക്കേണ്ടത് പോലുമല്ല, പുതിയ കഥകൾ വെച്ച് കൊണ്ടുവന്നിട്ട് ശരിക്കും പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് ജനാധിപത്യത്തിലുള്ളത്. പക്ഷെ ജനാധിപത്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ സ്ഥിതിയിൽ ലെഫ്റ്റിന് ജനാധിപത്യത്തെ അവർ വളരെ എന്താ പറയുക, ബൂർഷ ജനാധിപത്യം എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. ജനാധിപത്യം അവർക്ക് വലിയ പഥ്യമില്ല, അതൊക്കെ ഒരു ബൂർഷ ഐഡിയയാണെന്നുള്ളതാണ്. അവർക്ക് വേറൊരു ജനാധിപത്യം, ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ ഒരു ഏകാധിപത്യം, അവരുടെ പാർട്ടി മാത്രമുള്ള അവരുടെ അങ്ങനെയുള്ളൊരു ഇതാണ് അവരുടെ. ചൈനയിലൊക്കെയുള്ള, കൊറിയയിലൊക്കെയുള്ള, വടക്കൻ കൊറിയയിലൊക്കെ. അപ്പോൾ ജനാധിപത്യത്തെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു 30% ആളുകൾ ലെഫ്റ്റ് തോട്ടുള്ള ആളുകളുണ്ടെന്ന് വിചാരിച്ചാൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. അവർ താൽക്കാലികമായിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം വരുന്നത് വരെയുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ഡെമോക്രസിനെ സ്വീകരിക്കുന്നത്. BJPക്ക് അതില്ല. BJPയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തപ്പിയാൽ രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ള തോട്ട്സ് കാണുക. അപ്പോൾ അവരും അതിനെ തള്ളിക്കളയുന്നു. അപ്പോൾ ഒരു 10-15% അങ്ങനെയും പോയി. പിന്നെ ബാക്കി ഒരു 55, അതിൽ തന്നെ പിന്നെ കുറച്ച് വിഭാഗങ്ങൾ വേറെ ഉണ്ട്, മതസംഘടനകൾ മറ്റുള്ള. അവർക്കും ഇതിനോട് വലിയ പഥ്യമില്ല. കാരണം ജനാധിപത്യവും ഈ പറഞ്ഞ വർഗാധിപത്യം ഒന്നും നമുക്ക് പറ്റുന്ന സംഭവമല്ല, അത് നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 30-30% പേരെ കേരളത്തിൽ ജനാധിപത്യത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യം ഇപ്പം ഈ കഥ തന്നെ കറക്റ്റ് അല്ല. ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇതിലേക്ക് എത്തണ്ടേ. ഇന്ത്യയിൽ ഡെമോക്രസി നെഹ്റുവൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? മനുഷ്യന് അക്ഷരാഭ്യാസം പോലും ഇല്ല, പാവപ്പെട്ട മനുഷ്യർ, ദാരിദ്ര്യം, അവരടുത്താണ് ഈ സാധനം കൊണ്ടുവരുന്നത്. വലിയൊരു പരീക്ഷണമല്ലേ. ശരിക്കും ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാവുന്ന, ജനാധിപത്യം ഒരു കാലത്തും പൂർണ്ണമായിട്ട് വിജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഉണ്ടായ കാലത്ത് തന്നെ എല്ലാവർക്കും വോട്ടധികാരമില്ല. നല്ല ശക്തിയുള്ളവനും ഭൂമിയുള്ളവന് സമ്പത്തുള്ളവന് അവർക്കൊക്കെ ആയിരുന്നു വോട്ട്. അവർക്ക് മാത്രം വോട്ട്. അത് ഞാൻ പറഞ്ഞ പരിഹരിച്ച് വരികയാണുണ്ടായത്. അങ്ങനെയാണ് ഡെമോക്രസി. ഇപ്പം നമ്മൾ കുറേയും കൂടി വികസിതമായ ജനാധിപത്യം എന്ന് പറയുന്നത് ബ്രിട്ടനിലും ജർമ്മനിയിലൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് കുറേ കൂടി അതിൻ്റെ ഒരു അവർ തുറന്ന സമൂഹമായിട്ട് മാറാൻ ശ്രമിക്കുന്നവരാണ്. നമ്മളൊക്കെ ഡെമോക്രസിയിലേക്ക് വരികയും ഇതിനേക്കാളും നല്ലത് അടഞ്ഞ സമൂഹമാണെന്നുള്ള രീതിയിൽ നമ്മൾ ക്ലോസഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതാണ് നല്ലതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾ തീരുമാനിച്ചാൽ, ഇപ്പോൾ മോദി തീരുമാനിച്ചല്ലോ, ജനങ്ങൾ തീരുമാനിക്കുകയാണ് അതാണ് നല്ലത്. കുറച്ചുകൂടി നമ്മളുടെ തനിമയും സാംസ്കാരികതയൊക്കെ നിലനിർത്തണമെങ്കിൽ കുറച്ചുകൂടി അടഞ്ഞിരിക്കുകയാണ് നല്ലത് എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനിച്ചാണ്. അപ്പോൾ പിന്നെ അവരുടെ ലീഡേഴ്സായ ട്രൈബൽ ലീഡേഴ്സാണല്ലോ. ഇതൊരു ഗോത്രീയ രീതിയിൽ ആളുകളും ഗോത്രീയ വിചാരങ്ങൾ വരുന്നു, അവർക്ക് പറ്റിയ നേതാക്കന്മാർ വരുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവരങ്ങനെ തീരുമാനിച്ചാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുന്നതാണ്. ഇനി വേറൊരു പുതിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ കഥകളിലൂടെ ഇനി നമ്മൾ വീണ്ടും തുറന്ന സമൂഹത്തിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു തുറന്ന സമൂഹത്തിലോട്ട് അടുത്തെങ്ങാൻ വരുമോ? അല്ല, ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ ശത്രുക്കൾ എന്ന് പറയണത്, അത് കാൾ പോപ്പർ അത് വളരെ വളരെ മുമ്പേ പറഞ്ഞിട്ട് ആരൊക്കെയാണ് തുറന്ന സമൂഹത്തിൻ്റെ ശത്രുക്കൾ. ഒന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്, നമുക്കറിയാം. കാരണം അവർ ഡെമോക്രസീനെ അംഗീകരിക്കുന്നില്ല, ബഹുസ്വരതകളെ അംഗീകരിക്കുന്നില്ല, അവരുടെ വേറെ പാർട്ടികൾ ഒരു എലക്ഷൻ നടത്താൻ താല്പര്യമില്ല, അതായത് ബഹുകക്ഷി ജനാധിപത്യം അവർക്ക് അധികാരം കിട്ടിയവർ സ്ഥാപിക്കുന്നില്ല, പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അപ്പോൾ അവർ അതിൻ്റെ ശത്രുക്കളാണ്. ഫാസിസ്റ്റുകൾ, അതായത് മതഫാസിസ്റ്റുകൾ, സൈനിക അതായത് ഇസ്ലാമിസ്റ്റുകളാവട്ടെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ, അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. അപ്പം അവരൊക്കെ ഈ ഓപ്പൺ സൊസൈറ്റിയുടെ ശത്രുക്കളാണ്. അപ്പം അമേരിക്ക പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഈ ഓപ്പൺ സൊസൈറ്റിയുടെ ശത്രുക്കളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ കോൺസെപ്റ്റ് ആ ലോകം എത്തണമെങ്കിൽ ഇത്തരം തടസ്സങ്ങളെ
നമ്മൾ അതിജീവിച്ചിട്ട് വേണ്ടി വരും. സമയം പിടിക്കും. കാരണം ഒരുമാതിരി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ തിരിച്ചു പോയത്. തീർച്ചയായും അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? നമ്മൾ കേരളത്തിൽ നമ്മൾ മുമ്പ് എന്താ പറയുക, ഷട്ടറിട്ട സാധനങ്ങളൊക്കെ ഷട്ടർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പഴയ കാലത്ത് നമ്മൾ അവസാനിപ്പിച്ച ജാതിയുടെ, മതത്തിൻ്റെ, അതുപോലെ തന്നെ മറ്റേ ആചാരങ്ങളുടെയൊക്കെ സാധനങ്ങൾ, ആചാര സംസ്ഥാപനമാണ് ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? നമ്മൾ ശബരിമല വിഷയങ്ങളൊക്കെ എന്താ ഇത് കാണുന്നത്? ഭയങ്കര ആചാരങ്ങളിൽ മുറുകെ പിടിക്കുന്നൊരു മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്കിപ്പോൾ അതൊരു അത്ഭുതകരമായിട്ടൊന്നും തോന്നില്ല. നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യം. അതുകൊണ്ട് അത്ര അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷെ പല രാഷ്ട്രീയക്കാരും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നത് കേൾക്കാം. അവർ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. എന്താ അങ്ങനെ ചോദിച്ച്? എല്ലാ ശക്തിയും ഇവർക്ക് കൊടുക്കുകയാണല്ലോ, വോട്ടറുടെ കയ്യിൽ കൊടുക്കുകയാണല്ലോ. ഈ വോട്ടർക്ക് അറിവില്ലെങ്കിൽ വോട്ടറിനെ പറ്റിക്കാനുള്ള പേര്. അല്ല, അതാണ് ഇതുവരെ നിലനിൽക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് അറിയില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയങ്ങളിൽ വരുന്ന ഈ അന്തരീക്ഷത്തിലുള്ള എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത് അതിന് വഴിപ്പെടാറാണ് അത് പതിവ്. അത് തർക്കമൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. എത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു വോട്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിലിരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ വോട്ടിങ്ങിൻ്റെ പോളിംഗ് ശതമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഈ പോളിംഗ് ശതമാനം നിർണ്ണയിക്കുന്നത് പൗരബോധമല്ല. ഒരാളുടെ വോട്ട് ഈ 3 ലക്ഷം വർഷം ഉള്ള സാപ്പിയൻസിൻ്റെ ചരിത്രത്തിൽ ഈ വോട്ട് എന്ന് പറയുന്നത് 1950 മുതലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർഷം 2,99,000 വർഷം ഇല്ലാത്തൊരു ഏർപ്പാടാണ് ഇത് എന്നുള്ളത്. എത്ര കഷ്ടപ്പെട്ട് ഗെയിൻ ചെയ്ത് നേടിയാളാണ് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ളത് ഒരു വ്യക്തിക്കും പൗരബോധമില്ല. പിന്നെ അവരെങ്ങനെയാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്? അതിവിടെ ഇവിടെ ഈ ഓരോ ഇലക്ഷൻ വരുമ്പോഴും കോടികൾ വെച്ച് ചെലവഴിച്ചിട്ട് ഇവിടെ നടത്തുന്ന ഈ പറഞ്ഞ ഇലക്ഷൻ പ്രചരണങ്ങളിലൂടെ ആളുകളെ ഇളക്കി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക ചെയ്യുന്നത്. ഈ പ്രചരണങ്ങളില്ലാതിരിക്കട്ടെ, 30 പോലും ആളുകൾ വോട്ട് ചെയ്യാൻ പോകില്ല. പൗരബോധം കൊണ്ടല്ല വോട്ട് ചെയ്യപ്പെടുന്നത്. ഈ കള്ളക്കഥ എന്തെങ്കിലും ഒരു നല്ലൊരു ശരിയായ കഥയായി മാറുന്നു. അത് കാരണം മനുഷ്യർക്ക് ഡെമോക്രസി ഇല്ലാതെ കുറെ കാലം നിലനിൽക്കാൻ പറ്റില്ല. സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്രമാത്രം പിന്നാക്കാൻ പോകാമെന്നുള്ളതിനൊരു പരിധിയുണ്ട്. കാരണം അവർക്ക് നിങ്ങൾക്ക് ഇനി ഒരിക്കലും സമത്വം എന്ന കോൺസെപ്റ്റിനെ ധിക്കരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. മുമ്പ് അത് വളരെ ഈസിയായിരുന്നു. കാരണം ഒരു കേരളത്തിൽ 50-60 കൊല്ലം മുമ്പ് ഇത് വളരെ തട്ടായിട്ടുള്ള ഇതിലായിരുന്നു അധികാരങ്ങൾ ഉണ്ടായിരുന്നത്. ആളുകളുടെ പ്രിവിലേജസ് ഒരുപാടുള്ള ആളുകളുണ്ടായിരുന്നു, പ്രിവിലേജസ് ഇല്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു. സമത്വം എന്നുള്ളത് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കോൺസെപ്റ്റായി കഴിഞ്ഞു. പക്ഷെ ഇനി വരുന്ന ഏത് പിന്തിരിപ്പൻ ആശയത്തിനും സമത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ പിന്നെ അതുപോലെ വിവേചനം ഇല്ലാണ്ടിരിക്കുക, അതൊക്കെ അതുപോലെ സാമൂഹ്യമായിട്ട് അനീതികൾ കാണിക്കാതിരിക്കുക, ഇതൊന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടായിരിക്കും, ഏത് വ്യവസ്ഥയിലുണ്ടായിരിക്കും. കണ്ണ് തുറന്ന പിന്നെ അങ്ങനെ ആ ഇരുട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മതാധിപത്യ രാജ്യമായിട്ടൊക്കെ മാറുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ സ്വന്തം മതമല്ലാത്ത മറ്റ് മതങ്ങളിൽ ആ മതങ്ങളിൽപ്പെട്ട ആളുകൾ രണ്ടാംകിട പൗരന്മാരായിട്ട് മാറും. ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന വിവേചനം എന്ന് പറയുന്നുണ്ടല്ലോ. സെയിം അതുപോലെ ഇപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ട് മറ്റുള്ള സമൂഹങ്ങൾക്ക് വിവേചനം. അപ്പോൾ അവിടെ സമത്വം മറ്റതൊക്കെ പോയി മറയും, അതിൽ തർക്കമില്ല. അല്ലാത്ത രീതിയിൽ ഇവിടെ ഡെമോക്രസി എത്ര മോശമായാലും ഈ പറഞ്ഞ കോൺസെപ്റ്റൊന്നും ഒരിക്കലും മാറ്റം വരാൻ ബുദ്ധിമുട്ടാണ്. ഇലക്ഷനൊക്കെ വരികയാണ്, രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പൊതുവെ ജനാധിപത്യത്തെ പറ്റി നമ്മളിപ്പോൾ സംസാരിച്ചു. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണല്ലോ തെരഞ്ഞെടുപ്പ്. മലയാളികൾ എന്ത് ചെയ്യണം എന്നാണ് സജീവൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ മലയാളികൾ ഈ ഏത് മുന്നണിയിൽ ജയിപ്പിക്കണം എന്നാണോ? വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു മലയാളി വിചാരിക്കുകയാണ് നാട് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളി, നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ ആളുകളും വോട്ടെഴുതിയിരിക്കുന്നത്. ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നാട് നശിപ്പിക്കുന്നത് നിർത്തണം, തൽക്കാലം ഒരു സ്റ്റോപ്പ് ഇടണം എന്ന് വിചാരിച്ചു. നാട് നന്നാവണമെന്ന് ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ചെറുപ്പക്കാരെന്താണ് ചിന്തിക്കുന്നറിയില്ല.
കുറച്ചുകൂടി സീനിയർ 3-4 ഇലക്ഷനൊക്കെ കഴിഞ്ഞുള്ള ആളുകൾക്ക് അറിയാം നാട് ഇവരെ കൊണ്ട് നന്നാവില്ല എന്നുള്ളത്. അതിന് കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ഘടനയല്ല ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. നാട് ഇനിയും നശിക്കണ്ട, അപ്പെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് ആളുകൾ വോട്ട് ചെയ്യാറുള്ളത്. കേരളത്തിൽ അങ്ങനെ തുടർഭരണം എന്നുള്ള സംഭവം ഉണ്ടാവാത്തതാണല്ലോ. വളരെ 1977 അച്യുതമേനോൻ്റെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിനുള്ള ഇലക്ഷനിൽ ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥ മതി എന്ന് പറഞ്ഞ ആളുകളാണ് കേരളത്തിലെ ആളുകൾ. അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2021 പിണറായിക്കാണ് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. 10 വർഷം ഇപ്പോൾ ഭരണമാവുകയും ചെയ്തു. അടുത്ത ഇലക്ഷൻ ഓട്ടോമാറ്റിക്കലി കേരളത്തിലെ ജനത ചിന്തിക്കുന്നത്, എനിക്ക് തോന്നുന്നത്, ഭരണകക്ഷിയുടെ അവകാശവാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ വികസനത്തെ പറ്റി അവർ പറയുന്നുണ്ട്. ആരും പട്ടിണി എടുക്കുന്നില്ല, ഭവനങ്ങൾ കൊടുത്തു. ഇതൊന്നല്ല ആക്ച്വലി ആളുകളെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ജനങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വളരെ എതിരായിട്ട് വോട്ട് ചെയ്തതോ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തതൊന്നും ആളുകൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അവിടെ ഇവർ പട്ടിണി കിടത്തിയെന്നോ, ഇവർ 10 വർഷം ഭരിച്ച ആളുകളെ പട്ടിണി കിടത്തിയെന്നോ, കടപ്പാടല്ലാതാക്കിയെന്നൊന്നും ആളുകൾ പറയുന്നില്ല. ആളുകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം, ഇവരെ പേടിക്കാതെ. കാരണം നിങ്ങൾ സ്വന്തമായ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണമല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന വെച്ചാൽ അവർ നിങ്ങളെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലൊരു ഭയം ആളുകൾക്കുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ളൊരു ഭയം പബ്ലിക്കിൻ്റെ ഇടയിൽ, കമ്മ്യൂണിസ്റ്റുകാരൊരു ഭയമുണ്ട് ആളുകൾ. ഈ ഭയമായിട്ട് ജീവിക്കുക ആളുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആളുകൾ ഭയപ്പെടുത്താത്ത കുറേ കൂടി താരതമ്യേന കുറേ കൂടി ഫ്രീ ആയ ഒരു സ്ഥലത്തേക്ക് ഒരു എസ്കേപ്പ് നടത്തും. അതുകൊണ്ട് ഈ ഭരണം മാറാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ പേരിലല്ല. തൊഴിലുറപ്പില്ലാണ്ടോ, റേഷൻ വിതരണമില്ലാണ്ടോ, പെൻഷൻ വിതരണമില്ലാണ്ടോ അല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഈ ഭയം കൊണ്ടാണ്. നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ തന്നെ ഇവരെ പേടിക്കണം. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത കേസാണ് നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ നാം പെട്ടു. പൊതുവെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ട്. അത് ഈ പൊതുവെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭരിക്കുന്ന സ്ഥലത്ത് ഇത് ഉണ്ടായിരിക്കും. BJP ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ഇതിങ്ങനെ ഏകാധിപത്യ സ്വഭാവമുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് സാധനം ഉണ്ടാവും. ഈ ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നിടത്ത് മനുഷ്യർ അതിജീവിക്കും, അതിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു പേരിലാണ് ആളുകൾ ഈ ഇലക്ഷനിലൊക്കെ ഈ വോട്ട് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് തോന്നിയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അവർക്ക് ഇപ്പോഴും സംഗതി പിടിയിട്ടില്ല. ഓപ്പൺ സൊസൈറ്റിക്ക് കൊതിക്കുന്ന മനുഷ്യരാണ് വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പോകുന്നത്. അല്ലാണ്ട് തൊഴിലുറപ്പിന് കാശ് കിട്ടിയ ആളുകളോ പെൻഷൻ കിട്ടിയ അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ കിട്ടിയ ആളുകളൊന്നും അല്ല. വേറൊരു ഇടത്തര സമൂഹം ഉണ്ടല്ലോ ഇവിടെ, ഒരു പൊതുസമൂഹം ഉണ്ടല്ലോ, എല്ലാ കാലത്തും വോട്ട് മാറ്റി ചെയ്യുന്ന ഒരു വലിയ ആളുകളുണ്ടല്ലോ, അവരാണ് ഈ ഗവൺമെൻറ് ചതിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അതാണ് പറയുന്നത്. ജനങ്ങൾ പറയാന്ന് പറയുമ്പോൾ ഞാൻ ഈ 2030 ബംഗാളിൽ പോകണ്ടേ, 35 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് അന്ന് ആ ഇലക്ഷൻ കാലത്തോടെ പോയപ്പോൾ ആ ഗവൺമെൻറ്റോടെ താഴെ വീഴുന്ന നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഓട്ടോയിൽ പോകുമ്പോൾ ഓട്ടോയിൽ ഇവിടെ സഞ്ചരിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയാം, ഇത് ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ബസ്സിലിരുന്ന ആളുകൾ സംസാരിക്കുക. നമുക്ക് ആളുകളുടെ പൾസ് മനസ്സിലാവാൻ കഴിയും. ഇത് നമ്മൾ വേറെ സമയങ്ങളിൽ അതങ്ങനെ നമുക്ക് തോന്നില്ലല്ലോ. അങ്ങനെയാണ് ഇത് മനസ്സിലായത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ തെളിവുകളുണ്ടായല്ലോ, ഇലക്ഷനുകൾ വേറെ ഇതുണ്ടാവുകയും ചെയ്തു. ഇതേ സംഭാഷണം തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതൊക്കെ ആളുകളൊക്കെ പറയുന്നതും ഈ മരണ വീടുകളിൽ ചെന്നാലും കല്യാണ തലേന്ന് ചെന്നാലും ഒക്കെ ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു എക്കോ ചേമ്പറിൽ പെട്ട ആളാണെങ്കിൽ നിങ്ങൾ കേൾക്കില്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക ആ ആളുകളായിരിക്കും. ആ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരേപോലെ ആയിരിക്കും. അവരൊരു ദുരന്തം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവില്ല. ഈ എക്കോ ചേമ്പറിൽ പെട്ടുള്ള ഒരു പ്രശ്നം തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആണെന്ന് വയ്ക്കുക, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അയാൾ ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി നരേന്ദ്രനായിട്ടാണ്. അവരുടെ ലോകം അങ്ങനെ. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ MLM അതുപോലത്തെ ഒരു ഇങ്ങനെ സാരായിരിക്കും, ഒരു ഇങ്ങനെ അല്ലേ, ആ ആളുകളായിട്ടായിരിക്കും. ആ ചെമ്പറിൽ അവർ പെട്ടുപോവാണ്. അവർക്ക് മറ്റുള്ളവർ എന്ത് പറയുന്നു അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ആളുകൾ എതിരെ വോട്ട് ചെയ്ത് ഞങ്ങളെല്ലാം കൊടുത്തല്ലോ, MM മണി പറഞ്ഞ പോലെ നക്കി തിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഞങ്ങൾ ചെയ്തല്ലോ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടില്ലേ, അപ്പൊ അതുപോലെ ചോദിക്കുന്നത് ആത്മാർത്ഥമാണത്. ശരിയല്ലേ? ആൾക്കാർക്ക് ഇപ്പോഴും ഇവർക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ ഈ അഭിമാനത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ഭയമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഏകാധിപതികൾക്കും ഏകാധിപത്യ പ്രത്യയശാസ്ത്രങ്ങൾക്കും അറിയില്ല. ലോകത്തെ അവർ തുറന്ന ജയിൽ പോലെ കാണുന്നു. ആ ജയിലിൻ്റെ അകത്തുള്ള ആളുകളാണ് നമ്മളെല്ലാവരും.
നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുള്ളൂ. ജയിലിൽ ഭക്ഷണം കറക്റ്റാണ്. അതുകൊണ്ട് അവരിങ്ങനെ പറയുന്നത്. ഇത് നിങ്ങൾ ഏത് സ്ഥലത്തായാലും ഒരു കോൺഗ്രസ് പാർട്ടി, ഒരു ജനാധിപത്യ പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത്, കോൺഗ്രസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പേരുള്ള അങ്ങനെയുള്ള ഒരാൾ അവിടുത്തെ ആൾ പറയില്ലേ അത്. കാരണം അവരങ്ങനെയല്ല കാണുന്നത് അതിനെ. അവർക്ക് ബേസിക്കായിട്ട് ആ ഒരു സാധനമുണ്ട്. അവരെന്നും ഒരു കോൺഗ്രസ് പാർട്ടികളുടെ ഭരണകാലത്ത് എപ്പോഴും ഒരു 21 മാസത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരെപ്പോൾ സംസാരിക്കുമ്പോഴും അവരൊരു പ്രതിപക്ഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുക. എപ്പോഴും ആ റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കുക. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല. അത് അവരുടെ ഒരു, അവരെത്ര അഴിമതിക്കാരാണെങ്കിലും അവരുടെ ഒരു ബേസിക് സാധനം അത്. നെഹ്റുവിൻ്റെ കാലം തൊട്ടുള്ള ഒരു പാരമ്പര്യമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു, അവരുടെ സിസ്റ്റത്തിൽ പ്രതിപക്ഷമുണ്ട്. BJPയുടെയോ CPMന്റെയോ അവരുടെ സിസ്റ്റത്തിൽ പ്രതിപക്ഷമില്ല. ഇത് വലിയ വ്യത്യാസമാണ്. പക്ഷെ ഇതിപ്പോ ഒരു കോൺഗ്രസ്സുകാരൻ സംസാരിക്കുന്ന കോൺഗ്രസ് അല്ല, അത് കോൺഗ്രസിന്റെ ചില ഈ ഡെമോക്രസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റില് പ്രതിപക്ഷം വേണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു, വിമർശനങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം. നെഹ്റു വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിനെതിരെ കാർട്ടൂൺ വരച്ചിരുന്ന ആളുകളാണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അതങ്ങനെയാണത്. അത് ഇതിൽ പാർട്ടി നോക്കിയിട്ടല്ല പറയണത്. അവരുടെ ബേസിക് കോൺസെപ്റ്റിൽ ഈ സാധനം ഉണ്ടെന്ന്. ഇവരുടെ സിസ്റ്റത്തിൽ ഇതില്ല. അത് വലിയൊരു പോരായ്മയാണ്. ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയും വേഗം അങ്ങനെ ആവാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം വെച്ചാൽ അവർ പൊതുവെ പ്രതിപക്ഷത്താവുന്ന കാലത്ത് ജനാധിപത്യത്തെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇതുപോലൊരു പാർട്ടിയായിട്ട് മാറാൻ കഴിയും. കോൺഗ്രസ് പോലുള്ള തുറന്ന ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്ന രീതിയിൽ ഇതുപോലെ പ്രതിപക്ഷത്തെയും എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു കക്ഷിയായിട്ട് ഇവർക്ക് മാറാൻ കഴിയും. അവർക്ക് സാധ്യതയുണ്ട് ഇവിടെ. കാരണം അവരുടെ ബുദ്ധിജീവികളൊക്കെ ഇതാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അവർ പാർട്ടി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം, മെഷീനറി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം അവർ ഇങ്ങനെ ആയി പോകുന്നതാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പാർട്ടി ആവാൻ കഴിയുക. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറുക. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേര്, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ പഴഞ്ചൻ വാചകത്തെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആ തൊഴിലാളി വർഗ ഏകാധിപത്യം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് പാർട്ടിക്ക് ഉള്ളിലെ ഒരു സാധനമുണ്ട്, മാറ്റിക്കൊണ്ട് ഒരു പരിപൂർണമായി ജനാധിപത്യ പാർട്ടിയാവാൻ കഴിയും. അവർ കഴിയും. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ പത്രങ്ങളെയൊന്നും മാപ്രാന്ന് വിളിക്കേണ്ടി വരില്ല. കാരണം അത് സ്വാഭാവികമാണെന്ന് അവർ പറയും. അവർക്ക് എപ്പോഴും ഈ പത്രക്കാരെ ഞങ്ങൾക്കെതിരെ അങ്ങനെ പറയേണ്ടി വരില്ല. കാരണം പത്രക്കാരെങ്ങനെ എഴുതുള്ളൂ എന്ന്. നിങ്ങളങ്ങനെ ഇപ്പം നമ്മളത് ഇവിടെ കോൺഗ്രസ്സുകാരുടെ പത്രക്കാരായിട്ടുള്ള ബന്ധവും ഇവരുടെ ബന്ധവും നിങ്ങൾ നോക്കി മനസ്സിലാവും. കോൺഗ്രസ്സുകാരെ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് പത്രക്കാരിക്കാരെ എഴുതുന്നുള്ളത്. അതാണ് വ്യത്യാസം. അതങ്ങനെ ഇവർ ഉൾക്കൊണ്ട് പഠിച്ചാൽ കേരള ജനതയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ഈ പാർട്ടിയാണ്. ജനാധിപത്യ വൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM. ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഇനി അങ്ങോട്ട് BJPയുടെ വോട്ട് ഷെയർ കുറച്ചൊക്കെ കൂടി വരാൻ സാധ്യതയില്ലേ? BJPയുടെ വോട്ട് ഷെയർ കൂടിയതായിട്ട് കാണുന്നില്ല. പക്ഷെ കൂടിയിട്ടുണ്ട്. അവരുടെ ഒരു ബേസിക് വോട്ട് എന്ന് പറഞ്ഞാൽ 7% കുറേ കാലം നിലനിന്നിരുന്നത്. അത് പിന്നീട് ഇപ്പോൾ അത് കൂടി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനത്തിന് 14 ഇതൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് BJP എന്ന പാർട്ടിക്കല്ല, മോദിക്കാണ്. മോദി നിൽക്കുന്ന ഇലക്ഷനിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വരിക. 19% മേലെ വരുന്നത്. മോദിയുടെ ജനപ്രീതിയിലും ഇവിടെ ഭയങ്കര, ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഇപ്പോൾ ഈ മനോരമയിലൊക്കെ വരുന്നതിലൊക്കെ മോദിക്ക് 27% എന്നൊക്കെ കാണുന്നുണ്ട്. അതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇതൊന്നും ഇവിടുത്തെ നാട്ടിലെ BJPക്കുള്ള ഒരു സാധനമല്ല. ലോക്സഭയിൽ അവർ 19.8% വോട്ട് പിടിച്ചിരുന്നു. ചിലപ്പോൾ അതും തന്നെ ഇനിയും പിടിക്കും. പക്ഷേ നിയമസഭയിൽ അവർ വീണ്ടും പഴയ പോലെ 15-ലേക്ക് തന്നെ പോകുന്നതാണ് എനിക്ക്, അതിലും താഴത്തേക്ക് പോകുന്നത് തോന്നുന്നത്. അവരെങ്ങനെയാണ് അവർക്ക് ഇവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളൊരു മുസ്ലിങ്ങളോട് അസൂയും വിദ്വേഷമൊക്കെ ഉള്ള ആളാണെങ്കിൽ യാതൊരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൽ തന്നെ വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായുള്ള ഒരാളാണ്. നിങ്ങളെങ്ങനെയാണ് ഈ BJPക്ക് വോട്ട്? ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണം പറയും. ഒരു പ്രൊപ്പഗൻഡ സിനിമ, ഈ കേരള സ്റ്റോറി, ബീഫ് ഒരു പെൺകുട്ടിയെ കുത്തിക്കയറ്റുന്ന ചെരക്ക്, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെതിരാന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത് അവിടെ നല്ലവണ്ണം ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇത് കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ആളുകൾക്ക് അറിയാലോ ഇത് അങ്ങനെയല്ല. അപ്പം ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ഒരു പുതിയ തലമുറയിൽ നിന്ന് ഇവർക്ക് എങ്ങനെ വോട്ട് കിട്ടാൻ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ ഇവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇവരുടെ വോട്ടിംഗ് ശതമാനം കൂടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് ഉള്ളത്.
അവർ കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരു പാർട്ടിയാണ് അവർ. സജീവൻ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ? ഒരിക്കലുമില്ല. എനിക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയണ്ടേ. നമ്മൾ സ്വതന്ത്രമായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിന് അനുകൂലമായിട്ട് അഭിപ്രായം ഇന്ന് പറയണമെങ്കിൽ ഇവർ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എതിരെ പറയാൻ നമുക്ക് പറ്റണേ. അതിനിതിൽ ചേർന്നാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് ഇപ്പോൾ നമ്മളെന്താണ് ഇപ്പം ഞാനെന്താ കോൺഗ്രസിനെ വിമർശിക്കാത്തത്? കോൺഗ്രസ് 10 കൊല്ലം മുമ്പ് ഇവിടെ ഭരിച്ചതും 15 കൊല്ലം മുമ്പ് കേന്ദ്രം ഭരിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിയെ പറ്റി നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഡെമോക്രസിക്ക് ഒരു ഗുണമില്ലല്ലോ. എന്തിനാണത് പറയേണ്ട കാര്യം? അല്ല, തൽക്കാലം പറയേണ്ട കാര്യമില്ല. പക്ഷെ അവർ ഭരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന് പറ്റുമോ? ഇപ്പം ഞാനിന്ന് കോൺഗ്രസിൻ്റെ അനുകൂലിച്ച് എപ്പോഴും എഴുതുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരാളായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ FB പോസ്റ്റ് വെറുതെ ഇട്ടാൽ പോരെ? 10,000 ആളുകൾ അത് എടുത്തു കൊണ്ടു നടക്കാൻ ഉണ്ടാവില്ലേ? ഈ കോൺഗ്രസിന് എഴുതാനൊന്നും ആൾ കുറവാണേ. എഴുതാറിയ ആളുകളൊക്കെ വളരെ കുറവല്ലേ? അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവർക്ക് വലിയ മോശമൊന്നുമല്ലല്ലോ. നമ്മളെ പക്ഷെ നമുക്കിണെങ്കിൽ ഒരു 5 ലേഖ ഇത് എഴുതുമ്പോൾ ഇന്ദിരാഗാന്ധിനെ പറ്റി എന്തെങ്കിലും 4 വരി എഴുതിയിലേക്ക് പരസ്പരം ഉണ്ടാവില്ല. കാരണം അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കേസ് ഉണ്ടല്ലോ. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ BJP ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിന് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ അനാവശ്യമായി ഉണ്ടാക്കിയ പല നിയമങ്ങളെടുത്താണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലഡാക്കിൽ സമരം ചെയ്ത കക്ഷി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നതാണ്. ആരാ കൊണ്ടുവന്നത്? ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് വെച്ചാൽ ഭാര്യയോട് പോലും ഒന്നും പറയേണ്ടത്, എവിടേക്ക് എടുക്കണമെന്നോ കാണിച്ചു കൊടുക്കണമെന്നോ ഇല്ല. എത്ര കാലം വേണമെങ്കിലും ഈ ജാതി ഇതൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ്സിൽ. അപ്പോൾ ഞാനെങ്ങനെ കോൺഗ്രസിനെ പിന്തുണങ്ങിയ UAPA ഇതെന്തിനാണ് ഇതൊക്കെ എത്ര കൊണ്ടുവന്നുള്ളത്? എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഇതിനൊക്കെ ഇതിന് ശേഷം എന്തെങ്കിലും തീവ്രവാദ ആക്രമണങ്ങൾ ഇവിടെ ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്. ഇത് ഇവർ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കണം ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുള്ളത്. മിസ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ജനാധിപത്യത്തോട് യാതൊരു തരത്തിലുള്ള ബഹുമാനം ഇല്ലാത്ത ഗവൺമെൻറ് വന്നാൽ ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടും. ഇതിലേതെങ്കിലും ഉൾപ്പെടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ മേത്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഗവൺമെൻറ് അപ്പം ഇരിക്കുന്നത് ഏത് പ്രതിപക്ഷം. അതാണ് ഇവർ തന്നെയാണ് ഇത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയും RTI ആക്റ്റും അത് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. അതുപോലെ 91 പുത്തൻ സാമ്പത്തിക നയം, അതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നും തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ വലിയൊരു ശക്തിയാണ്. RTI എന്ന് പറയുന്നത് നമ്മളിപ്പോഴും പല അഴിമതികളും നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ബാക്കി ഈ പറഞ്ഞ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനവും മിസ്യൂസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു കക്ഷി വന്നപ്പോൾ. അത് കാണണം.